എറേസ് ദ ഹിസ്റ്റോറിക്കൽ റിപ്പീറ്റേഷൻ. ഇന്നലകളിൽ നിന്റെ ചരിത്രത്തിൽ സംഭവിച്ചത് ഇനി എൻ്റെ ചരിത്രത്തിൽ സംഭവിക്കത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എൻ്റെ വല്യപ്പന്മാരെല്ലാം കള്ളുകുടിയന്മാരായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ കള്ളുകുടിക്കത്തില്ല. എൻ്റെ മക്കൾ കള്ളുകുടിയന്മാരാകത്തില്ല. എൻ്റെ വല്യപ്പന്മാരൊക്കെ വഴി കിടന്നുറങ്ങിയവരാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രാജ്യങ്ങളിൽ നല്ല വീടുകളിൽ കിടന്നേ ഉറങ്ങത്തുള്ളൂ. എൻ്റെ വല്യപ്പന്മാരൊക്കെ വായി വന്ന സകല അസഭ്യവും പറഞ്ഞുകൊണ്ട് നടന്നവരായിരിക്കാം, പക്ഷെ എൻ്റെ വായിൽ നിന്ന് സ്തുതി മാത്രമേ വരത്തുള്ളൂ. Erase the historical repetitions. ചരിത്രപരമായ ആവർത്തനങ്ങൾ, ചരിത്രപരമായ ആവർത്തനങ്ങൾ അത് മറികടക്കുക തന്നെ ചെയ്യണം. ചില കുടുംബങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇത്ര വയസ്സാകുമ്പോൾ ആ വീട്ടിലെ പുരുഷന്മാർ മരിക്കുക, ഇത്ര വയസ്സാകുമ്പോൾ ആ വീട്ടിലെ വിധവകൾ മരിക്കുക. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, erase the historical repetition. അതിനെ ബ്ലോക്ക് ചെയ്യുക, അതിനെ സാധിപ്പിക്കരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ 69-ാമത്തെ വയസ്സിൽ എല്ലാ പുരുഷന്മാരും മരണപ്പെടുമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ, ഇതെല്ലാം എൻ്റെ പിതാവിന് 68 വയസ്സാകുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു കാര്യം പറഞ്ഞു, അടുത്ത വർഷം നിൻ്റെ അപ്പൻ്റെ മരണമാണ്, അടുത്ത വർഷം നിൻ്റെ അപ്പൻ്റെ മരണമാണ്. എൻ്റെ മനസ്സുകൊണ്ട് ഞാനതിനെ പൊരുത്തപ്പെടണമോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ പിതാവിന് 69 വയസ്സ് തികഞ്ഞ് 2 ആഴ്ച തികയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് മരണകരമായ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ അന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്ര, ഞാൻ എൻ്റെ ദയ നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയായി നീണ്ടു നിൽക്കുന്നതാണെന്ന്. ആ രാത്രി എൻ്റെ ചുറ്റിനും നിന്ന് ഞങ്ങളുടെ കുടുംബക്കാര് എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചത്, സ്തോത്ര, ഭാഗം വെച്ചിട്ടുണ്ടോ എന്ന്. സ്തോത്ര, മരിച്ചാൽ എവിടെ അടക്കുമെന്ന്, സ്തോത്ര, റെക്കോർഡ്സ് എല്ലാം കയ്യിലിരിപ്പുണ്ടോ എന്ന്, ചേട്ടൻ എത്ര ദിവസത്തിനകം വരാൻ കഴിയുമെന്ന്. പക്ഷെ അന്ന് രാത്രി ദൈവം എൻ്റെ അന്തരാത്മാവിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, പാരമ്പര്യ ശാപങ്ങളല്ല, എൻ്റെ ദയ തലമുറയായി കിടക്കുമെന്ന്. ഇന്ന് രാത്രി അനുഭവ സാക്ഷ്യത്തിനകത്ത് നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻസ്, അത് അഭിഷക്തന്റെ കുടുംബത്തെ ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻസ്, അത് അഭിഷക്തന്മാരുടെ, അത് ദൈവജനത്തിന്റെ കുടുംബത്തിൽ സംഭവിക്കത്തില്ല.